പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ കഴിഞ്ഞ യാത്രയുടെ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നുള്ള വിശ്വാസത്തോടു കൂടി വീണ്ടും പുതിയ ഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയാണ് സ്നേക്ക് മാസ്റ്റർ ടീം. ഇന്നത്തെ ദിനം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് വ്യത്യസ്തരായ അതിഥിയെ തേടി യാത്ര ആരംഭിച്ചു. ആ യാത്ര ഇന്ന് ആദ്യം എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങിൽ നിന്ന് മണനാക്ക് വഴി വക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ രാവിലെ ഞാൻ വീട്ടിൽ ഉറങ്ങി കിടന്നപ്പോൾ തന്നെ ഇവിടെ ഒരു വലയിൽ ഒരു അതിഥി ഒരുങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയുണ്ടായി. എന്തായാലും ഇന്ന് നമ്മുടെ യാത്രയിൽ സ്നേക്ക് മാസ്റ്റർ ടീം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ടീം വരുന്നത് വരെ ഞാനും വെയിറ്റ് ചെയ്തു. നമ്മളെന്തായാലും യാത്ര ആരംഭിച്ച് ആ സ്ഥലത്തെത്തി. ആ വീട്ടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ സമയം കളയുന്നത്. ഇനി നമ്മൾ സമയം കളയും തോറും ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് വലയിൽ അകപ്പെട്ട് കിടക്കുന്ന അതിഥി നമുക്ക് പെട്ടെന്ന് രക്ഷിക്കാൻ നോക്കാം. ആ സ്ഥലത്തേക്ക് പോകാം. കാണാം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതിഥി ആരാണ്, വ്യത്യസ്തനാണോ, അത് നമ്മുടെ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെട്ട അതിഥിയാണോ? എന്തായാലും നമ്മൾ ഈ സ്ഥലത്ത് വന്നു. ഇവിടെ രാവിലെ തൊട്ടേ ആൾക്കാർ കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് പാമ്പ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ മാറി. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. ഇപ്പോൾ എന്തായാലും നമ്മൾ പറയാതെ തന്നെ അവരൊരു ഉപകാരം ചെയ്തിരിക്കുന്നത്, വലയിൽ കുരുങ്ങി അകപ്പെട്ടുകൊണ്ട് അവർ വെയിൽ കറക്റ്റ് ഇവിടെ വേറെ ഒരിടത്തും വെയിലില്ല, അതിൻ്റെ ദേഹത്ത് മാത്രമേ വെയിലടിക്കുള്ളൂ. അപ്പോൾ അവർ ഒരു തുണിയിൽ വെള്ളം മുക്കി എൻ്റെ പുറത്ത് ചൂടടിച്ച് മരിക്കാതിരിക്കാനായിട്ട് അതിനെ നല്ല പ്രൊട്ടക്ഷൻ കൊടുത്ത് വെച്ചിരിക്കണം. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ഈ വലയിൽ എന്തായാലും ഇവിടെ വലയുടെ കാര്യം ഇപ്പോൾ തീരുമാനമാവും. പക്ഷെ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇവർ ഇന്നലെയും മൂടി കിടന്നുറങ്ങിയ ബെഡ്ഷീറ്റാണ് പാമ്പിന് മൂടിക്കൊണ്ടിട്ട് കൊടുത്തത്. എന്തായാലും അത് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനൊരു മോശം ചിന്താഗതി ഒന്നുമില്ല. പാമ്പിൻ്റെ ദേഹത്ത് തുണി വീണമെന്ന് പറഞ്ഞൊന്നും ഒന്നും സംഭവിക്കാനില്ല. ഇത് ഉണക്കി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. ഇതിന് കഴിവുണ്ടാവില്ല, ആവശ്യമില്ല. എന്നാലും കഴിവുണ്ടെങ്കിൽ വേറെ അഴുക്കൊക്കെ ഉണ്ടാവും. എന്തായാലും അധികം പ്രായക്കാരനൊന്നുമില്ല. വെറും 4 വയസ്സിന് താഴെ മാത്രം പ്രായം വരുന്ന, ഉദ്ദേശം ഒരു 5 അടിയിൽ താഴെ മാത്രം നീളം വരുന്ന പെൺ മൂർഖൻ പാമ്പാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ മൂർഖൻ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ വയറ്റിൽ മുട്ട ഉണ്ടാകുന്നത് ഒരു സാധാരണമാണ്. കാരണം പാമ്പുകളുടെ ഇണചേൽ സമയം കഴിഞ്ഞു. ഇനി മാളങ്ങളിൽ മുട്ട നിക്ഷേപിക്കാനായി മാത്രമാണ് ഇവർ ജനവാസമുള്ള മേഖലയിലേക്ക് വരുന്നത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ അതിഥിയെ കഷ്ടപ്പെടുന്നത് ശരിയല്ല. ഇനി നമ്മളെന്തായാലും നമ്മുടെ അതിഥിയെ കത്തിരി ഉപയോഗിച്ച് നമ്മളെ പ്രേക്ഷകർ ഇതിന് മുന്നേ കാണുന്നുണ്ട്. നമ്മൾ അതിഥി വലയിൽ കുരുങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കുക നമ്മളെ പ്രേക്ഷകർക്ക് പറയും. എന്തായാലും ഒരു സന്തോഷമുള്ളൂ. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ഒരു സ്നേക്ക് മാസ്റ്റർ സ്നേക്ക് മാസ്റ്ററുടെ സ്ഥിരം പ്രേക്ഷക എന്നെ വിളിക്കുകയുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എൻ്റെ വീടിൻ്റെ നമ്മുടെ പ്രോഗ്രാമിലൂടെ അദ്ദേഹത്തിന് പാമ്പിനെ തിരിച്ചറിയാൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് എന്നും പാമ്പുകളെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ നാട്ടുകാരൊക്കെ പറഞ്ഞ് വലിയ മൂർഖനാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ പ്രോഗ്രാം കണ്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ പാമ്പ് ഏതാണെന്ന് ചേരയായിരുന്നു. അപ്പോൾ എനിക്ക് ചേരയും മൂർഖനെയൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ പ്രോഗ്രാം, നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം നല്ല അവയർനെസ്സാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം. ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നമ്മുടെ പ്രോഗ്രാം കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ വിളിച്ചു പറഞ്ഞ ആ പ്രിയ സഹോദരിക്ക് നമ്മളുടെ നമസ്കാരം. നമ്മളെന്തായാലും നമ്മുടെ ഇന്നത്തെ ദിനത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യത്തെ അതിഥിയെ നമ്മൾ രക്ഷിക്കുകയാണ്.
ഇദ്ദേഹത്തിൻ്റെ കൂടുതലായിട്ട് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് കുരുങ്ങിയത് തലയുടെ ഭാഗത്ത്. എനിക്ക് തോന്നുന്നു തലയിൽ ഒന്ന് രണ്ട് വള്ളി കുരുങ്ങിയ സമയത്ത് ഇദ്ദേഹം വായി തുറന്ന് ചുറ്റിയുണ്ട്. അപ്പോൾ ആ വെനം വരുന്ന ഫാങ്സിൽ അല്ലെങ്കിൽ വെനം ഇഞ്ചെക്ട് ചെയ്യുന്ന പല്ലിൽ അതിൻ്റെ വല കുരുങ്ങിയിട്ടാണ് ഇത്രയും അപകടത്തിലായിപ്പോയി കിടന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഇഞ്ചുറി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല പാട് കഴുത്തിൻ്റെ ഇവിടെ നോക്കാം, നമുക്ക് കാണാം. കഴുത്തിൻ്റെ ഇവിടെ നല്ലതായിട്ട് കുരുങ്ങി നല്ല ഒരു ചതഞ്ഞിട്ടുണ്ട്, നല്ല കുരുങ്ങിയിട്ടുണ്ട്. വായുടെ ഒരു സൈഡ് ചെറിയ ഇങ്ങനെ കോടിയിരിക്കുകയാണ്. എന്നാലും എനിക്ക് ഒരു കണ്ണിന് അപകടമില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഇന്ന് കുരുങ്ങിയതായിരിക്കില്ല. അവർ കാണാത്തതുകൊണ്ടായി ഈ ചപ്പിനകത്ത് കണ്ട് ശ്രദ്ധിച്ച് കാണാൻ സാധ്യത. അപ്പോൾ എനിക്ക് 1-2 ദിവസം ആയി കാണും. 1 ദിവസത്തിലേറെ, എന്തായാലും 24 മണിക്കൂറിലേറെ പഴക്കമുള്ള ഊണ്ടുകളാണ്, അല്ലെങ്കിൽ ചതവാണ്. എന്തായാലും ഫീമെയിൽ, ഞാൻ പറഞ്ഞ പോലെ ഫീമെയിൽ അതിഥിയാണ്. വായുടെ ചുറ്റും നമുക്ക് കാണാം ചുണ്ട് ഇങ്ങനെ കോടിയിരിക്കുന്നു. ഇപ്പുറത്തെ പല്ലുകൾക്കൊന്നും കുഴപ്പമില്ല, നാവിനും കുഴപ്പമില്ല, അവന് വേറെ അപകടമൊന്നുമില്ല. എന്തായാലും 4 വയസ്സിനടുത്ത് മാത്രമേ ഇദ്ദേഹത്തിന് പ്രായമുള്ളൂ. ഏകദേശം 4 അടിയോളം മാത്രം നീളമുള്ള അതിഥിയാണ്. സ്കിന്നിൽ മണ്ണെണ്ണ വീണൊരു പാടുപോലെ തോന്നുന്നുണ്ട്. മണ്ണെണ്ണ വീണിട്ട് പൊള്ളിയതുപോലെ ഒരു പാടുകൂടി കാണുന്നുണ്ട്. സ്കിൻ ചിളയിൽ പോയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും മണ്ണെണ്ണ ഒഴിച്ച് മണ്ണെണ്ണയുടെ വെപ്രാളത്തിൽ വന്നതായിരിക്കാം ഈ വലയിൽ കുരുങ്ങാൻ കാരണം. എന്തായാലും നമ്മളെന്തായാലും സമയം കളയുന്നില്ല. ഈ വയ്യാത്ത അതിഥിയെ നമ്മൾ വെച്ച് വേദനിപ്പിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ല, അതുപോലെ നമുക്കും ഇഷ്ടപ്പെടില്ല. എന്തായാലും നമ്മൾ ഈ കുഞ്ഞൻ അതിഥിയെ ബോട്ടിലാക്കുന്നു. എന്തായാലും നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്രയുടെ ആദ്യത്തെ അതിഥിയെ നമ്മൾ രക്ഷിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിനെ രക്ഷിച്ച് നമ്മുടെ ദൗത്യം കഴിഞ്ഞു. അദ്ദേഹത്തെ നമ്മൾ ബോട്ടിലാക്കി. എന്തായാലും നമ്മുടെ ഈ അതിഥിയെ, സാധാരണഗതിയിൽ ഗ്രാമങ്ങളിലൊക്കെ ഒരു അതിഥിയെ കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുക സ്വാഭാവികമാണ്. പക്ഷേ എന്നാലും ഇദ്ദേഹം ഇന്ന് രാവിലെ ഏകദേശം 7:19 എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഉണർന്നിട്ട് പോലില്ല. ഇന്നലെ വന്ന് കിടന്നപ്പോൾ തന്നെ വെളുപ്പാങ്കലായി. എന്തായാലും നമ്മുടെ അതിഥിയെ സംരക്ഷിച്ച നമ്മുടെ പാമ്പിൻ്റെ ഓണർക്ക് നമ്മളൊരു അവാർഡ് കൊടുക്കേണ്ട, അവാർഡ് പുറകെ വരും. എന്തായാലും നമ്മൾ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞ് ഈ വീട്ടുകാരോടും നല്ലവരായ നാട്ടുകാരോടും യാത്ര പറഞ്ഞ് മറ്റൊരു അതിഥിയെ തേടി, വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് ഇനിയും ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. വിളയിൽമൂല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ പ്രിയ സുഹൃത്തിൻ്റെ വീട്ടിൽ കുറച്ച് പാറ കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു ഓലയുടെ പുറത്തൊരു അതിഥി ഇരിക്കുന്നു. അദ്ദേഹം അണലി എന്നാണ് പറഞ്ഞത്. നമ്മൾ കണ്ടില്ല, നമ്മൾ ആ സ്ഥലത്ത് എത്തുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു ഓർമ്മയുണ്ടാകുന്നത്, ഇതേ സ്ഥലത്ത് ഞാൻ ഇതിനൊരു 3 വർഷങ്ങൾക്ക് മുന്നേ, 2-2.5-3 വർഷങ്ങൾക്ക് മുന്നേ വന്നു. ഇവിടെ ഒരു കോഴിക്കൂട്ടിനകത്ത് ഒരു അതിഥി മുട്ടയും കഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അതിഥിയെ പിടികൂടി. ആ അതിഥി ഈ 3 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. ഒരു വെള്ളക്കള്ളലിൽ ഒരു മൂർഖൻ പാമ്പിനെ, ഒരു കുഞ്ഞു മൂർഖനെ, ക്ഷേത്രത്തിൽ നിന്ന് പിടികൂടിയതല്ലാതെ കുഞ്ഞ് വെള്ള മൂർഖനെ പിടികൂടിയത് നമ്മുടെ പ്രേക്ഷകർ കണ്ടിരുന്നു. പിടികൂടുന്നത് കണ്ടില്ല, എൻ്റെ കയ്യിൽ 2 വെള്ള അതിഥികളുള്ളത് നമ്മുടെ പ്രേക്ഷകർ കണ്ടിരുന്നു. അതിൽ കുഞ്ഞനായ അതിഥിയെ പിടികൂടിയത് ഇതിൻ്റെ തൊട്ടടുത്തൊരു വീട്ടിൽ നിന്നാണ്. നമ്മളെന്തായാലും ആ സ്ഥലത്തെത്തി, ആ വീട്ടിലെത്തി. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇത് പാറക്കൂട്ടത്തിൻ്റെ പുറത്ത് കുറച്ച് ഓലയും കുറച്ച് ബേസ് ബോർഡൊക്കെ വെച്ചിരുന്നു. ആ ബേസ് ബോർഡിൻ്റെ പുറത്തിരിക്കുന്ന കണ്ടു എന്നാണ് പറഞ്ഞത് രാവിലെ. അപ്പോൾ അതിനെ കാണാത്തത് കൊണ്ട് അവർ ആ ബേസ് ബോർഡും വേസ്റ്റൊക്കെ അവർ തീയിട്ടു. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ കുറച്ച് പണി, ഇന്ന് കുറച്ച് നാളായി ഞാനെത്തി ജോലിയൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഇനി കല്ലുമാറ്റിലും പൊളിപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പൂർവാധികം ശക്തിയായിട്ട് തിരിച്ചു വരുന്നു. നമ്മളിതാ ഇന്നത്തെ ആരോഗ്യം നിലനിർത്താനുള്ള ജോലി ആരംഭിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം ഇതിനകത്ത് നമ്മുടെ അതിഥി ഉണ്ടോ എന്ന്.
എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര പാഴായില്ല. കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി, ഞാൻ വന്നപ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ ഓണർ ചേട്ടൻ നമ്മൾ വരാൻ വൈകിയത് നമ്മൾ മറ്റൊരു കോളിലായിരുന്നു, വരാൻ വൈകിയുണ്ട് അദ്ദേഹം അതിൻ്റെ പുറത്ത് നിന്ന് ചപ്പൊക്കെ വരുത്തിയിട്ട്. അപ്പോൾ എനിക്ക് ഇനി ചൂടടിച്ച് ഇറങ്ങി പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും വിളിച്ചാണ് ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം സ്ഥലത്തില്ല, വേറെ എന്തോ അത്യാവശ്യമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ ആ വീട്ടിലെത്തി. ഈ വീടിൻ്റെ ഓർമ്മയെ പറഞ്ഞു, എൻ്റെ കണ്ണിന് മുന്നിൽ കാണുന്ന തൊട്ട് മുന്നിൽ കാണുന്ന വീട്ടിലാണ് കോഴിക്കോട്ടിൽ നിന്ന് ഒരു 2-3 കോഴിമുട്ട അടിച്ചിട്ട് 2 വർഷങ്ങൾക്ക് മുന്നേ 2-2.5 വർഷങ്ങൾക്ക് മുന്നേ ഒരു അതിഥി ഇരുന്നു. അദ്ദേഹത്തിനെ ഞാൻ പിടികൂടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിനെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് 30-ലേറെ ചെറിയ മുഴകളുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കീറി നീക്കം ചെയ്തു. ഇപ്പം നല്ല ഫ്രഷായിട്ട് ഈ 2-3 വർഷമായിട്ട് അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. നമ്മൾ ആദ്യം ഒരു 5-6 പാറ മാറ്റി ഇവിടെ നമ്മുടെ കുടുംബശ്രീയുടെ അമ്മമാരും പെങ്ങന്മാരും ഇവിടെ പണിയിട്ട് ഇവിടെ പാമ്പിനെ പിടിക്കുന്ന കാണാനായിട്ട് അതിലൊരാളുടെ മുഖത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ എൻ്റെ കൈ അറിയാതെ അതിൻ്റെ അടുത്ത് ചെന്നാണ് ഒരു ജസ്റ്റ് നമ്മുടെ ക്യാമറമാൻ സുഹൃത്ത് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് കടി കിട്ടേണ്ട ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും അത് ഒഴിവായി. എന്തായാലും നമ്മൾ അത് കഴിഞ്ഞ് കുറച്ചുകൂടി കല്ല് മാറ്റി അദ്ദേഹത്തെ എടുത്തു. ഇദ്ദേഹമാണ് ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന, വട്ടക്കൂറ എന്നറിയപ്പെടുന്ന, അണലി എന്നറിയപ്പെടുന്ന, റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന, രക്തയണലി എന്ന് നമ്മുടെ അമ്മമാർ വിളിക്കുന്ന അതിഥിയാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞ എൻ്റെ മുമ്പലത്തെ വർഷം ജനിച്ച അതിഥി. ഏകദേശം 2 വയസ്സിനടുത്ത്, 1 വർഷം കഴിഞ്ഞ് 1 വയസ്സ് കഴിഞ്ഞ് 2 വയസ്സിനടുത്ത് ആകുന്നതേ ഉള്ളൂ. ഇദ്ദേഹം ഫീമെയിൽ പെണ്ണാണ് ഇദ്ദേഹത്തിന് എന്തായാലും അടുത്ത വർഷം ഇണചേരേണ്ട അണലി അദ്ദേഹമാണ് ഇദ്ദേഹം. എന്തായാലും നമ്മൾ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ അമ്മമാർ, ഈ കുടുംബശ്രീയുടെ അമ്മമാരുടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഇപ്പോൾ നല്ല വെറിയാണ്, നല്ല വേനലാണ്. അപ്പോൾ നിങ്ങൾ ചപ്പ് കരിയിലേക്ക് ഉണങ്ങിക്കിടക്കുന്ന ഇലയൊക്കെ മാറ്റുമ്പോൾ അല്ലെങ്കിൽ അവിടെയൊക്കെ ചവിട്ടുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇത് ഉണങ്ങിയ ഇലയുടെ കളറായതുകൊണ്ട് ചുരുണ്ടിടക്കുമ്പോൾ അറിയില്ല, നമ്മളിപ്പോൾ ചവിട്ടി കടി വാങ്ങാനുള്ള അവസരം ഒരുക്കരുത്. കാരണം നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി കുടുംബശ്രീയുടെ പണി, കാരണം ഇന്ന് നമ്മുടെ പ്രത്യേകത കേരളത്തിൽ കൂടുതലായിട്ട് നമ്മൾ പണ്ട് പറമ്പിൽ പണി ചെയ്തുകൊണ്ട് ആണുങ്ങൾക്കൊന്നും ഇന്ന് പറമ്പിൽ പണിയാൻ വയ്യ. ഇപ്പോൾ നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും പറമ്പിൽ പണി ചെയ്തുകൊണ്ട് വന്നിട്ടാണ് നമ്മുടെ കുടുംബങ്ങൾ കഴിയുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ആ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, വളരെ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ചപ്പ് കയറി കിടക്കുന്ന സ്ഥലങ്ങളിൽ പോയി ചവിട്ടരുത്. അതുപോലെ നിങ്ങൾ ചപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നീളമുള്ള വടി ഉപയോഗിച്ച് തട്ടിയതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. നമ്മൾ എപ്പിസോഡിലൊക്കെ നമ്മളെപ്പോഴും പറയുന്നതാണ്. എന്നാലും നമ്മുടെ അമ്മമാർ പറയുന്നു, ഈ അതിഥിയുടെ കടി ഏറ്റാൽ കിഡ്നി ഫെയിലിയർ ആയിപ്പോൾ നമുക്ക് അപകടം ഉണ്ടാകും. ഒരു കാരണവശാലും നിങ്ങളൊരു അപകടം ഉണ്ടാക്കരുത്. കേരളത്തിൽ ഏകദേശം കഴിഞ്ഞ വർഷം ഒത്തിരി കടികൾ അമ്മമാർ കുടുംബശ്രീയുടെ പണിക്ക് പോകുന്ന അമ്മമാർ ചപ്പ് വെട്ടി മടക്കിയപ്പോൾ ആ ചപ്പിനകത്തിരുന്ന് കാലിൽ വീണ് കടിയേറ്റ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരനുഭവം ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും നമ്മുടെ ഈ കുഞ്ഞൻ അതിഥിയെ നമ്മൾ ബോട്ടിലാക്കുന്നു. എന്തായാലും ഇത്രയും നേരം നമുക്ക് വേണ്ടി കാത്തിരുന്ന ഈ വീട്ടിൻ്റെ ഓണർ അദ്ദേഹത്തിനും മറ്റുള്ളവർക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മളെ കാണാൻ വന്ന, നമ്മുടെ പാമ്പിനെ പരിചയപ്പെടാൻ വന്ന നമ്മുടെ പ്രിയ പെങ്ങന്മാരോട് നമ്മൾ നന്ദി പറയുന്നു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്ന് രാവിലെ ആരംഭിച്ച യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഇവിടെ നമ്മൾ ഒരു അതിഥിയെ കിണറ്റിൽ കണ്ടു. ആലപ്പുഴ ജില്ലയിൽ പന്തളത്തു നിന്ന് മാന്നരയ്ക്ക് പോകുന്ന, പന്തളം കഴിഞ്ഞ് കുറച്ചുള്ളിലേക്ക് കഴിഞ്ഞാൽ ഇത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയാണെങ്കിലും പന്തളത്ത് നിന്ന് നമ്മൾ തിരുവനന്തപുരം ലെഫ്റ്റ് കയറി വീണ്ടും കുറച്ച് നിന്ന് കൊച്ചാലുംമൂട്ടിൽ നിന്ന് വീണ്ടും റൈറ്റ് ചെങ്ങന്നൂരേക്ക് പോകുന്ന വഴി ഇറങ്ങി വീണ്ടും അവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് റൈറ്റിലേക്ക് കുളനട പോകുന്ന വഴിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു കിണറ്റിൽ ഒരു അതിഥിയെ കണ്ടു എന്നും പറഞ്ഞ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് എന്നെ വിളിക്കുന്നത്. അദ്ദേഹം കിണർ വൃത്തിയാക്കാനായി ഇറങ്ങിയപ്പോൾ ആ കിണറ്റിനകത്ത് ഒരു കുഞ്ഞൻ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ് കയറിട്ടാൽ മതി, കയറി പോകുമെന്ന് പറയും. കാരണം നല്ല യാത്ര, ചൂട് കൂടിയപ്പോൾ എനിക്ക് ഫുള്ള് യാത്രയാണ്. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. നമ്മൾ ആ കിണറ്റിൽ ഇനി ഇറങ്ങി നോക്കണം അതിനകത്ത് ആളുണ്ടോ ഇല്ല, അതിന് ചെറിയ ഊട്ടയ്ക്കകത്ത് ചെറിയ ഹോളിനകത്തുമല്ല അത് കയറി പോയിട്ടുണ്ടോ നമുക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി വ്യത്യസ്തനാണോ, അതേ സാധാരണ കിണറ്റിൽ കണ്ടുവരുന്ന ചുവർപ്പാമ്പ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ശംഖുവരൻ എന്നറിയപ്പെടുന്ന അതിഥിയാണോ നമുക്ക് നോക്കാം. നമ്മളെന്തെങ്കിലും സമയങ്ങളിൽ പോകുന്നു. നമ്മൾ ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും നമ്മൾ പോകുന്നു ആ സ്ഥലത്തേക്ക്. അതിഥിയെ നമുക്ക് ഇറങ്ങി നോക്കേണ്ടതുണ്ട്. നാട്ടുകാർ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ സംരംഭം വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. എനിക്ക് തോന്നുന്നു ഇവർ ഉള്ള ജനങ്ങളല്ല, ഞാൻ ഇവിടെ പറഞ്ഞാണ് ഒരു കുഞ്ഞുങ്ങളടുത്ത് പറയരുത്. അവർ 2 പേരെ ഉള്ളെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഒരു 1000 പേരുണ്ട്. ഇവരെടുക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ എല്ലാവരും ഇങ്ങനെ കാണാനുള്ള ആകാംക്ഷയുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷേ ഇത് വലിയ പാമ്പൊന്നുമല്ല, ചെറിയ കുഞ്ഞു പാമ്പ്. ഒരു കുഞ്ഞു പാമ്പ് കിണറ്റിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞാൽ നാട്ടുകാർ തടിച്ചുകൊണ്ട ഒരു കാര്യമില്ല. കാരണം ഇത് വെള്ളം കുടിക്കുന്ന ഒരു കാര്യമാണിത്. അവർ കിണർ ഇറക്കാനായിട്ട് കിണർ വൃത്തിയാക്കാണ്ട് കഴിഞ്ഞ ദിവസം ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചൂലിൽ തട്ടി ഈ അതിഥി താഴേക്ക് വന്നത്. ഇപ്പോൾ എന്തായാലും നമുക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കമ്പിൽ കിണർ വെള്ളത്തിന് മുകളിൽ ഒരു കമ്പ് ചരിഞ്ഞിരിപ്പുണ്ട് പടി. അതിൽ ചുറ്റി ചെറിയൊരു സാധനം. അത് വനമുള്ള പാമ്പാണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത്
വല്ല ചേരക്കുഞ്ഞോ അങ്ങനെ എന്തെങ്കിലും ആവാനേ സാധ്യമുള്ളൂ. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ കിണറിൽ കയറ് കെട്ടി പെട്ടെന്ന് ഇറങ്ങി എടുത്ത് പെട്ടെന്ന് നമുക്ക് സ്ഥലം വിടേണ്ടതുണ്ട്. ആൾ കൂടി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. കാരണം നമുക്ക് ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. നമ്മൾ രാവിലെ തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ നമ്മൾ എന്തായാലും ഇത്തിരി കുറച്ച് ആഴമുള്ളൊരു കിണറാണ്. നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമ്മൾ എന്തായാലും ഈ കിണറ്റിൽ ഇറങ്ങി എത്രയും പെട്ടെന്ന് ആൾക്കാരുടെ ശല്യം അപാരമാണ്. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇറങ്ങി അതിഥി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ താഴേക്ക് പോകുന്നു. ടപ്പയിൽ നിന്ന് പോയി ടിപ്പയിൽ നിന്ന് തിരിച്ചു വരുന്നു. ഇത് വെറൈറ്റി ഒന്നുമല്ല. നമ്മുടെ നാട്ടിൽ സാധാരണ കിണറ്റിൽ കണ്ടുവരുന്ന ചുരുട്ട എന്ന് പറയുന്ന ചുവർ പാമ്പ് എന്ന് പറയുന്ന പാമ്പാണ്. എന്തായാലും ഇവർ പറഞ്ഞ പോലെ ഇവർ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഒരു കയറ് കെട്ടിയിട്ട് അതായത് കയറി പോകും ചുവർ പാമ്പായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല, അത് വേറെന്തോ കറുപ്പും വെള്ളയൊക്കെയുള്ളൊരു അതിഥിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് വന്ന് രണ്ടെണ്ണം അതിനകത്തിരിക്കാനുള്ള ഒരു സാധ്യതയില്ല. ഒരു വടിയുടെ തുമ്പൊക്കെ കയറി ചുറ്റിയിരുന്നത് ചുവർ പാമ്പ് എന്നറിയപ്പെടുന്ന സാധനമാണ്. ഇത് കടിക്കുന്നു, നന്നായിട്ട് കടിക്കുമെങ്കിലും ഇത് വെനമസ് അല്ല. സാധാരണഗതിയിൽ നമ്മുടെ കിണറൊക്കെ ഇറക്കുമ്പോൾ നമ്മുടെ വീട്ടിനകത്തൊക്കെ പല്ലിയെ പിടിക്കാനായി കണ്ടുവരുന്ന ചുവർ പാമ്പ് എന്നറിയപ്പെടുന്ന ചുരുട്ട എന്നറിയപ്പെടുന്ന അതിഥിയാണ്. ചുമ്മാ കടിച്ചെങ്കിലും വേറെ അപകടമൊന്നും ഉണ്ടാകുന്നില്ല. ചുമ്മാ ഇങ്ങനെ കടിക്കും. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം പല്ലിയാണ്. പല്ലിയെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇവ നമ്മുടെ വീട്ടിനകത്തേക്ക് കിണറ്റിനകത്ത് അകപ്പെട്ട് പോകുന്നതാണ്. പക്ഷേ ഈ പാമ്പിൻ്റെ സാന്നിധ്യമുള്ള കിണറ്റിനകത്ത് ശംഖുവരൻ അഥവാ വെള്ളിക്കെട്ട് എന്നറിയപ്പെടുന്ന പാമ്പ് കാണാൻ സാധ്യതയുണ്ട്. കാരണം ഇതേ പാമ്പിനെ ഭക്ഷിക്കുന്ന പാമ്പാണ് ശംഖുവരൻ. ഇത് നോക്കുക, ഇത് നമുക്ക് ചുവർ പാമ്പ് എന്നറിയപ്പെടുന്നു. ദേഹത്ത് ചെറിയ വരകൾ മാത്രമേ ഉള്ളൂ. ചെറിയ വരകൾ. ഇതിപ്പോൾ ചട്ട പൊഴിക്കാറായതുകൊണ്ടാണ് ഈ വര തെളിഞ്ഞ് കാണാത്തത്. അതുമാത്രം ഇതിൻ്റെ ചട്ട വെള്ള കളറായി. അപ്പോൾ കിണറ്റിനകത്ത് വെള്ളച്ചട്ട ഇത്രയും നീളത്തിന് വെള്ള സ്കിൻസ് അഥവാ ചട്ട കണ്ടാൽ അത് ചുവർ പാമ്പാണെന്ന് ചിന്തിക്കാൻ കാരണം ഇങ്ങനെ ഏറ്റവും മടങ്ങിയിരിക്കുന്നു. അതുപോലെ കിണർ ഇറക്കുമ്പോൾ ഇറക്കാൻ ഇറങ്ങുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ കടിയേറ്റെന്ന് പറഞ്ഞ് വേറെ അപകടമൊന്നുമില്ല. ചുമ്മാ കടിക്കും. ഏകദേശം 40-ലേറെ പല്ലുകൾ, കുഞ്ഞു പല്ലുകളുണ്ട്. കടിച്ചെന്ന് പറഞ്ഞാൽ അപകടമില്ല. ചിലപ്പോൾ മുറിവുണ്ടാവാം, ചിലപ്പോൾ രക്തം മാറുന്നു പോകാം. അപകടമൊന്നും ഉണ്ടാകും. ഇത് നോൺ വെനമസായ ചുവർ പാമ്പ് എന്നറിയപ്പെടുന്ന, ഇംഗ്ലീഷിലെ വൂൾഫ് സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിഥിയാണ്. ഇതിനെ നമ്മൾ യഥാർത്ഥത്തിൽ ഇതിനെ വന്ന് മെനക്കേണ്ട കാര്യമില്ല. ഇതിനെ ഒരു കയറ് കെട്ടിയിട്ടെങ്കിൽ ആ കയറിൽ കൂടി കയറി പോരും എന്ന് ഞാൻ ഇന്നലെ അദ്ദേഹത്തിനോട് പറഞ്ഞതാണ്. എന്തായാലും വളരെ സന്തോഷം. നമ്മൾ സമയം കളയുന്നില്ല. ഈ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇദ്ദേഹത്തിനെ ഉപേക്ഷിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. ഇത് വേറെ അപകടം ഉണ്ടാകുന്ന എല്ലാ വീട്ടിലും കിച്ചൺ കബോർഡിനകത്തും ബാത്റൂമിൻ്റെ ഡോറിൻ്റെ ഗ്യാപ്പിനകത്തും ഒക്കെ കണ്ടുവരുന്ന ഒരു അതിഥിയാണ് ഇദ്ദേഹം. ചുവർ പാമ്പ് എന്നറിയപ്പെടുന്ന, ചുരുട്ട എന്നറിയപ്പെടുന്ന നമ്മൾ ഇദ്ദേഹത്തിനെ കവറിലാക്കി ഇവിടുന്ന് അഡ്രസ്സ് എഴുതി വാങ്ങി ഇവരോട് യാത്ര പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക്, അടുത്ത അതിഥിയെ തേടി മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ യാത്രയാവുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumuditvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കേണ്ട നമ്പർ 9387974441.